ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഗോതമ്പ് കൊണ്ട് റേഷൻ കടയിലത്തെ ഗോതമ്പ് കേട്ടോ, അതുകൊണ്ട് ഞാനിന്ന് അട ഉണ്ടാക്കാൻ പോവാണ്. പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കിനെ അട ഉണ്ടാക്കി വയ്ക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ അട ഉണ്ടാക്കാണ്. അപ്പോൾ കാണിച്ചു തരാം. കുറച്ച് പരത്തണം കേട്ടോ, കണ്ടോ, ഇങ്ങനെ കനം കുറച്ച് പരത്തി കുറച്ച് തേങ്ങയും, ഞാൻ പഞ്ചസാര കേട്ടോ ഇടുന്നത്. പഞ്ചസാര ഇട്ടെന്ന് വെച്ചാൽ പിള്ളേർ പറഞ്ഞു, എൻ്റെ പേരക്കുട്ടികൾ പറഞ്ഞ് പഞ്ചസാര ഇട്ടുണ്ടാക്കാം അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇത് ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളയിട്ടെടുത്തിട്ട് കനം കുറച്ച് പരത്തുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് വെള്ളം നമുക്കൊന്ന് ഇത് ഇലയെന്ന് ഇങ്ങനെ നീങ്ങാൻ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തൊട്ട് പരത്താം. അപ്പോൾ നല്ല നീങ്ങി ഇരിക്കും, നല്ലതായിട്ട് കനം കുറച്ച് കിട്ടും. അപ്പം അങ്ങനെ ഇതോ ഉണ്ടില്ലേ, ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാരയാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാര എടുക്കട്ടെ. ഇതാ, ഇനി ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നു. തേങ്ങപ്പീര കുറേശ്ശെ ഇടാം. ഞാൻ കുറച്ച് തേങ്ങപ്പീര ഇടുന്നുള്ളൂ. ഇതാ കണ്ടോ, ഇങ്ങനെ തേങ്ങപ്പീര ഇട്ടിട്ട് പഞ്ചസാരയും കൂടെ ഇടുക. അപ്പം നമുക്ക് 4 മണി പലഹാരം ഇന്ന് പിള്ളേർക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളതാണ്. ഗോതമ്പ് കൊണ്ട്, നമ്മൾ അരിപ്പൊടിയും കൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ച് പഞ്ചസാര കേട്ടോ ഇടുന്നത്. പഞ്ചസാര ഇടുന്നുണ്ട്. കുറച്ച് പഞ്ചസാര മതി, ഇതാ ഇങ്ങനെ മടക്കാം കയ്യിൽ. ഇതിങ്ങനെ മടക്കി. അപ്പം ഞാനൊരു 2 ഗ്ലാസ് പൊടിയെടുത്ത് 1 മുറി തേങ്ങ എടുത്തു. 2 ഗ്ലാസ് പൊടിക്ക് ഇത്ര മാവുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചുട്ടെടുത്തിട്ട് കാണിക്കാം. അത് അപ്പച്ചെമ്പിൽ വയ്ക്കാൻ പോണു. എല്ലാം പരത്തി ഇതാ അപ്പച്ചെമ്പിലിട്ടോ വയ്ക്കണത്. ഞാൻ ഈ അപ്പച്ചെമ്പിലാണ് കേട്ടോ പുഴുങ്ങാൻ പോണത്, അട പുഴുങ്ങണത്. എല്ലാം കൂടെ ഇതിൽ വയ്ക്കാം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഞാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ്. ഗോതമ്പ് മാവായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളിതിങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ 4 മണിക്കൊരു പലഹാരമായി. ഉണ്ടോ, ഞാനിത് മീൻ വറക്കുകയാണേ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ മീനും കൂടെ വറക്കുന്നുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് മാന്തൽ മീനാണ് കേട്ടോ, പച്ച മാന്തൽ. അപ്പോൾ അത് വറക്കുകയാണ്. വറുത്ത് വെച്ചു. പിന്നെ മത്തി കറി വെച്ചിട്ടുണ്ട്. ഇതാണ് മത്തിക്കറി, കണ്ടോ, ഇതാണ് മത്തിക്കറി. ഇത് ഈ സാദാ പുളി ഇല്ലേ, നമ്മളെ വാളംപുളി, അതൊഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് മീൻകറി. പിന്നെ മാന്തൽ വറുത്തത്, പച്ച മാന്തലാട്ടോ. അപ്പം ഇതും കൂടെ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് അടയൊക്കെ ഉണ്ടാക്കിയിടാം. നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വേണ്ട ഗോതമ്പിൻ്റെ അടയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചായ കുടിക്കാൻ വന്നോളൂ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.